അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ, റമളാനിൻ്റെ സുദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയം അല്പം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കൾ ആരാകണം? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പല രക്ഷിതാക്കൾക്കും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒരു ലക്ഷ്യമില്ല മക്കളെ എവിടേക്ക് എത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. നേരെ മറിച്ച് മക്കൾ നന്നാകണം, ഏത് രൂപത്തിൽ നന്നാകണം അതറിയില്ല, പക്ഷെ മക്കൾ നന്നാകണം, എല്ലാവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്ന ഒരു സാധാരണ രൂപത്തിലുള്ള ഒരു സംസാരമാണ് നമ്മൾ രക്ഷിതാക്കളിൽ നിന്നും കൂടുതൽ കേൾക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ ആരാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആരാകുമെന്നുള്ള വിഷയത്തിൽ പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന് അവരുടെ ചുറ്റുപാടുകളാണ്. രണ്ടാമത്തേത് രക്ഷിതാവിൻ്റെ താല്പര്യമാണ്. മൂന്നാമത്തേത് ആ താല്പര്യങ്ങളെ അനുസൃതമാക്കിക്കൊണ്ടുള്ള രക്ഷിതാവിൻ്റെ പ്രാർത്ഥനയാണ്. ഒരു രക്ഷിതാവ് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന രൂപത്തിൽ മക്കളെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയം അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളുമായിട്ട് ആ രൂപത്തിൽ ഇടപെടാൻ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നാൽ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തായിരിക്കണം നമ്മളുടെ ലക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം നമ്മുടെ കുട്ടികളുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കുട്ടികളുടെ സാഹചര്യങ്ങൾ, കുടുംബ അന്തരീക്ഷങ്ങൾ ഇതെല്ലാം കൃത്യമായി പരിഗണിച്ചുകൊണ്ട് നമ്മളുടെ മക്കളെ ഒരു പരിപാലനം നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ വലിയ ദുരന്തം ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥ ഒരു രക്ഷിതാവിനുണ്ട് എന്നുള്ളത്, ഉണ്ടാകുമെന്നുള്ളത് ഈ ഉള്ളവൻ പറയാതെ തന്നെ സമകാലികമായിട്ടുള്ള വാർത്തകളും ചിത്രങ്ങളുമൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. വളരെ പരിതാപകരമാണ് ഇന്നത്തെ അവസ്ഥ. കുട്ടികൾ ലഹരിയിൽ പോയി അകപ്പെടുന്നുണ്ട്. വിവിധ തരത്തിലുള്ള അഡിക്ഷനുകളിൽ അവരകപ്പെടുന്നുണ്ട്. ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതൊക്കെ രൂപത്തിലുള്ള കുട്ടികളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയക്കമരുന്നിന് അടിമപ്പെടുന്ന കുട്ടികളെ നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രണയത്തിന് അടിമപ്പെടുന്ന, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് വളരെ മോശമായിട്ടുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന കുട്ടികളെ ഒന്ന് നന്നാക്കണമെന്നുള്ള രൂപത്തിൽ അവിടെ കൊണ്ടാക്കുന്ന അവസ്ഥ നമ്മളിൽ കാണാൻ സാധിക്കും. അതേപോലെ ഇന്ന് വലിയ ഒരു ദുരന്തമായി മാറുന്ന ഒരു അവസ്ഥ ഫോൺ അഡിക്ഷനാണ്. ഫോണിന് അടിമപ്പെട്ടുകൊണ്ട് ആ ഒരു ഫോൺ അഡിക്ഷൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുവന്ന് ആക്കുന്ന കുട്ടികളെയും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. എങ്ങനെ ഇതെല്ലാം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് വലിയ പങ്ക് ആ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു വീട്ടിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കുമെന്നുള്ളത് വസ്തുതയാണ്. ഒരു വീടിൻ്റെ ഉള്ളിൽ പോയാൽ ഒരാൾ ഒരു സ്ഥലത്ത് മൊബൈൽ ഫോൺ തോണ്ടിയിരിക്കുന്നത് കാണാം. ഭർത്താവ് മൊബൈൽ ഫോണുമേൽ, വീട്ടിലുള്ള നമ്മളുടെ വീട്ടിൽ ഏറ്റവും പ്രായമുള്ള നമ്മളുടെ വല്യമ്മയോ അതല്ലെങ്കിൽ വല്യപ്പയോ അവരും ഒരു പക്ഷേ ഫോണുമേലായിരിക്കും. അതുപോലെ കുട്ടികളും ഫോണുമേലായിരിക്കും. എല്ലാവരും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും എന്നുള്ളതാണ്. ഒരു മാതാവ് പാചകം ചെയ്തുകൊണ്ടിരിക്കെ മകനെ അല്ലെങ്കിൽ ഭർത്താവിനെ വിളിക്കുന്നത് ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്, ഒരുമിച്ചിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നതൊക്കെ അതൊക്കെ പഴയ കഥയായിട്ട് പല വീടുകളിലും മാറിയിട്ടുണ്ട്. നേരെ മറിച്ച് ഇന്ന് അടുക്കളയിൽ നിന്ന് ഭർത്താവിനെ വിളിക്കുന്നത്, അടുക്കളയിൽ നിന്ന് മകനെ വിളിക്കുന്നത്, മകളെ വിളിക്കുന്നത് അത് മൊബൈൽ ഫോണിലൂടെ ഫുഡ് റെഡി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് മകളെ വിളിക്കുന്ന അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ മകൾ
സുഹൃത്തുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിൽ. ആ സമയം ആ സുഹൃത്തിനോട് മകളോ മകനോ ഉമ്മ വിളിക്കുന്ന ആ ഒരു വിളിക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു വിഷയത്തിൽ അവർ ചാറ്റ് ചെയ്യുന്ന അവസ്ഥ എന്തായിരിക്കുമെന്നറിയോ? മൈ മോം ഈസ് ഡിസ്റ്റർബിങ് മീ, എൻ്റെ ഉമ്മ എന്നെ ശല്യപ്പെടുത്തുന്നു, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാറ്റിങ്ങിന് ബ്രേക്ക് ഇടുന്ന ഒരു അവസ്ഥ. അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സഹായത്തിന് സ്വന്തം വീട്ടിലുള്ള നൊന്ത് പ്രസവിച്ച ഉമ്മ വിളിക്കുമ്പോൾ അത് ഒരു ഉപദ്രവമായിട്ട്, ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് കാണുന്ന മക്കൾ ഇന്ന് അധികരിച്ചു വരുന്നത് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള മക്കൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ കോളേജിൽ നിന്ന്, അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പല ലഹരിയിലും അവർ അകപ്പെടുക സ്വാഭാവികം മാത്രം. അതിൽ രക്ഷിതാക്കളാണ് അതിനുള്ള എല്ലാ നിലക്കുമുള്ള ഏണി വെച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് ഒരു കുട്ടിയുടെ ഇൻഫൻറ്റ് സ്റ്റേജ്. ആ ഇൻഫൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അവരുടെ 4 വയസ്സ് വരെയുള്ള ഒരു പ്രായമായിട്ട് നമുക്ക് പരിഗണിക്കാം. ആ 4 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിൽ ഒരു കുട്ടി എന്തൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, അതെല്ലാം സ്വാഭാവികമായിക്കൊണ്ടും ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം ആ കുട്ടിയിൽ പ്രകടമാകും എന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള സ്വഭാവം, അതായത് പ്രത്യേകിച്ച് മാതാപിതാക്കൾ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു സ്വഭാവം, അത് സഹവർത്തിത്വം അവിടെ തീരെ ഇല്ല എങ്കിൽ, വീട്ടിൽ കുഴപ്പങ്ങളാണ്, പ്രയാസങ്ങളാണ് എങ്കിൽ സാരമായിട്ടൊരു കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും എന്നുള്ളത് ഇന്നത്തെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്ന ഒരു വിഷയമാണ്. അത് കഴിഞ്ഞാൽ 4 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള ഒരു പ്രായമെന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായമാണ്. അതാണ് നമ്മൾ പറയുന്ന ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായ ഒരു തർബിയത്ത് കൊടുക്കേണ്ട ഒരു പ്രായമാണ്, പരിപാലനം നൽകേണ്ട ഒരു പ്രായമാണ്. അതായത് ആരോടൊക്കെ സ്നേഹം കാണിക്കണം, ആദരവ് കാണിക്കണം, എവിടെയെല്ലാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എവിടെയെല്ലാം നമ്മളുടെ ഈ കുട്ടികളോട് എവിടെയെല്ലാം നമ്മൾ ഡൂസ് ആൻഡ് ഡോൺസ് എന്നുള്ള വിഷയങ്ങൾ പഠിപ്പിക്കണം, ചെയ്യാൻ പാടുള്ളത്, ചെയ്യാൻ പാടില്ലാത്തത്, ഇതെല്ലാം അവരുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കേണ്ട ഒരു പ്രായം യഥാർത്ഥത്തിൽ ഈ ഒരു പ്രായമാണ്. അതാണ് അവർ മീഡിയ കണ്ടുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന്, അതായത് അവർ ടി വിയിൽ ഒരു രംഗം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രംഗത്ത് വളരെ ആക്രമണോത്സുകമായിട്ടുള്ള രംഗങ്ങളാണ് അവർ കാണുന്നത് എങ്കിൽ അവിടെ ടി വി പോയി ഓഫ് ചെയ്യണം എന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. കാരണം എന്താ? അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഈ കാര്യം, ഞാനിപ്പോൾ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം അത് തിന്മയാണ് എന്ന് അവരുടെ ബോധത്തിൻ്റെ ഉള്ളിലേക്ക് കയറണം. അതിനെന്താ ചെയ്യേണ്ടത്? അവിടെ ആ മാധ്യമത്തിൽ ഇടപെടൽ നടത്താൻ ഒരു രക്ഷിതാവിന് സാധിക്കണമെന്ന. ഇത് എങ്ങനെ ഒരു പഠനം വന്നു എന്നറിയോ? അമേരിക്കയിലുള്ള കുട്ടികൾ അവരുടെ ഗണ്ണുപയോഗിച്ച്, പിതാവിൻ്റെയും മറ്റുമൊക്കെ തോക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ പഠിപ്പിക്കുന്ന അധ്യാപികന്മാരെ പോയിക്കൊണ്ട് അവർ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥ അധികമായിട്ട് വന്നു. ഈ സമയത്ത് എന്തുകൊണ്ട് കുട്ടികൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ അവിടെ കാണാൻ സാധിച്ചത്, അവരുടെ ഫോണുകളിലൂടെ അതുപോലെ തന്നെ മറ്റു കമ്പ്യൂട്ടറുകളിലൂടെയൊക്കെ ഈ ഗെയിം കളിക്കുന്നത് കൊണ്ട് ഇഷ്ടമില്ലാത്ത ആളുകളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ചെറുപ്രായത്തിൽ തന്നെ അവർ ശീലിച്ചത് കൊണ്ട് സ്കൂളിൽ പോയിട്ട് അതേ കാര്യമാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടായ ദുരന്തമാണ് എന്നാണ് അതിൻ്റെ പഠനത്തിൻ്റെ റിസൾട്ടായിക്കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങളാണ് മനസ്സ് മലിനമാക്കുന്നത് എന്ന രൂപത്തിലേക്ക് അങ്ങനത്തെ ഒരു പഠനം, അതിൻ്റെ ഒരു റിസൾട്ട് വന്നു. ഈ ഒരു കാര്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് അവരാവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, വീട്ടിൽ കുടുംബങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് സിനിമ കാണുകയാണ് എങ്കിൽ അവിടെ എന്ത് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്? അതായത് ഇത്തരം രംഗങ്ങളൊക്കെ നമ്മൾ ടി വിയിലൂടെ കാണുമ്പോൾ ആ ടി വി ഓഫ് ചെയ്യാൻ സാധിക്കണമെന്നാണ് ഒരു രക്ഷിതാവിന്. അത് നൽകുന്ന വലിയ ബൃഹത്തായിട്ടുള്ള ഒരു സന്ദേശമുണ്ട് കുട്ടികൾക്ക്. ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ചീത്തയായിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് അതെനിക്ക് അനുവാദമില്ലാത്ത ഒരു വിഷയമാണ് എന്ന് അവരുടെ ബോധമണ്ഡലത്തിലേക്ക് അത് കയറിക്കൂടും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ആ കാലം കഴിഞ്ഞു. ഇന്ന് ദ്രുതഗതിയിൽ നമ്മളുടെ വാർത്തകളും മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള ഗെയിമുകളുമൊക്കെ അത് വളരെ ഉന്നതിയിലേക്ക് പറക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികളുടെ കയ്യിൽ 4-ാമത്തെ വയസ്സ് മുതൽ
13ാമത്തെ വയസ്സ് വരെ മൊബൈൽ ഫോണാണ് പരിഹാരമായിട്ട് കൊടുക്കുന്നത്. അതായത് ഒരു കുട്ടി കരഞ്ഞാൽ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നു, ഗെയിം കളിച്ചോളാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്. 13 വയസ്സ് വരെയുള്ള ആ പ്രായത്തിൽ കുട്ടികൾ ഗെയിമിലാണ്. എവിടെയെങ്കിലും നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കുടുംബത്തിലേതെങ്കിലും ഒരു സന്ദർശകർ വന്നു കഴിഞ്ഞാൽ, അവിടെയെല്ലാം കുട്ടികളെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി അവരുടെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒരു ദുരന്തമുണ്ട്. അതുവഴി ആ കുട്ടികളെ ഏറ്റവും വളരെ വികൃതമായ രൂപത്തിലേക്ക് വളർത്താൻ വേണ്ടിയിട്ടാണ് അത് സഹായകമാവുകയുള്ളൂ എന്ന്. കള്ളുകുടി എന്ന് പറയുന്നത് അത് നമുക്കൊക്കെ അറിയാം. ആൽക്കഹോളിസം അതൊരു ഡിസീസാണ്. ആൽക്കഹോളിസം ഒരു ഡിസീസാണ് എന്ന് പറയുന്ന അതേ ശാസ്ത്രലോകം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെ പറയുന്നത് മൊബൈൽ അഡിക്ഷൻ ഈസ് എ ഡിസീസ്. അതായത് മൊബൈലിന് അടിമപ്പെടുക എന്ന് പറയുന്ന ഒരു സംഗതി, അഡിക്ഷനായി പോവുക എന്ന് പറയുന്നത് ഇന്ന് അത് ആരോഗ്യ മേഖലയിലെ ഒരു അസുഖമായിക്കൊണ്ട് ലോകാരോഗ്യ സംഘടന നിർണയിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയണം. ആരാണ് അവരെ ആ അഡിക്ഷനിലേക്ക് എത്തിച്ചത്? അത് രക്ഷിതാക്കളാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവർക്കാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതും കഴിഞ്ഞു, അവർ ഈ കുട്ടികൾക്ക് ഏറ്റവും അധികം നമ്മൾ ഒരു കെയർ കൊടുക്കേണ്ട ഒരു പ്രായമാണ്, അത് അഡോളസെൻ്റ് സ്റ്റേജാണ്. അവരൊരു യുവത്വത്തിലേക്ക് കയറി വരുന്ന ഒരു കൗമാരപ്രായം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയം. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. അവരുടെ മനസ്സ് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ് അത്. അതായത് ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഏറ്റവും അടുത്തവരുമായിട്ട് ഏറ്റവും പങ്കുവെക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമാണ് യഥാർത്ഥത്തിൽ 14 മുതൽ 20 വരെയുള്ള ഒരു വയസ്സ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ അവരനുഭവിക്കുന്ന ഒരു വിഷയം, അവരുടെ മുമ്പിൽ ഒരു വിഷയം അവരുടെ മുമ്പിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് ആരുടെ മുമ്പിൽ പോയിട്ട് പറയാനാണ് അവരുടെ ഹൃദയം ആഗ്രഹിക്കുക? അവരായിരിക്കും അവരുടെ ഏറ്റവും അടുത്ത ആളുകൾ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം കുട്ടിയായിരിക്കെ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം തന്നെ വല്ലാതെ അലട്ടിയപ്പോൾ അതിൻ്റെ പരിഹാരം തേടിക്കൊണ്ട് ആ കുട്ടി പോയത് എവിടേക്കാണ്? ആ കുട്ടി നേരെ പോയത് ബാപ്പയുടെ അടുക്കലേക്കാണ്. പിതാവിൻ്റെ അടുക്കൽ പോയിക്കൊണ്ട്, ബാപ്പ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ വല്ലാത്ത പ്രയാസം അതുകൊണ്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള പരിഹാരം ആ ബാപ്പ അവിടെ മകന് നിശ്ചയിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന ഇന്ന കാര്യങ്ങൾ ഇതാരോട് പറയരുത്, ഈ രൂപത്തിൽ വേണം പ്രവർത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതിൽ വലിയ ഒരു പാഠമുണ്ട് എന്നാണ്. അതായത് ഒരു പിതാവും ഒരു മകനും തമ്മിലുള്ള ഒരു അടുത്ത ബന്ധത്തെ അറിയിക്കുന്നതാണ്, വൈകാരികമായിട്ടുള്ള ഒരു ബന്ധത്തെ അറിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ സംഭാഷണം. നമ്മുടെ വീട്ടിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രശ്നം അലട്ടിക്കഴിഞ്ഞാൽ സ്വന്തം മാതാവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയാനുള്ള ഒരു ബന്ധം മക്കളും മാതാവും തമ്മിലുണ്ടോ? ഒരു പ്രശ്നം മകൻ്റെ മുമ്പിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം ഇന്ന ഒരു വിഷയം എൻ്റെ ഹൃദയത്തിലുണ്ട്, അതെന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പിതാവിൻ്റെ അടുക്കൽ പോയിക്കൊണ്ട് വിഷയം പറയാൻ അത്രമാത്രം ഒരു ബന്ധം, വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം മകനും പിതാവും തമ്മിലുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ വളരെ അകന്നുപോയി ആ വിഷയം. പിന്നെ എവിടെ പോയിട്ടാണ് മക്കൾ ഇത് പറയുക? അവർ പോയി പറയുന്നത് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടാവുക സ്വാഭാവികമായിട്ടും ആ ഒരു പ്രായത്തിൽ അത് ഓപ്പോസിറ്റ് സെക്സിനോട് പറയാനായിരിക്കും. ഒരു ആണ് പെണ്ണിനോട്, ഒരു പെണ്ണ് ആണിനോട്. അതാണ് ഈ കൗമാരപ്രായത്തിൽ സംഭവിക്കുന്നത്. വീട്ടിലെ വിശേഷങ്ങൾ, എൻ്റെ വീട്ടിലെപ്പോഴും തല്ലാണ് മാതാപിതാക്കൾ, എന്നെ തീരെ അവർ പരിഗണിക്കാറില്ല, ഇതൊക്കെ ഒരു പെണ്ണ് കൂടുതലും ആണുങ്ങളോട് പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നോ കണ്ട ഒരു ചെറുപ്പക്കാരനോട് വീട്ടിലുള്ള ഇത്തരം കാര്യങ്ങൾ പറയണമെങ്കിൽ അത്രമാത്രം അകന്നുകൊണ്ട്, മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കാത്ത രൂപത്തിൽ അകന്നു പോകുന്ന ഒരു അവസ്ഥ ഈ മക്കൾക്കുണ്ട് എന്നുള്ളത് ഓരോ രക്ഷിതാവും തിരിച്ചറിയേണ്ട ഒരു മേഖലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു കുട്ടി 5 or 6 വയസ്സുള്ള ഒരു കുട്ടി നമ്മൾ കാര്യമായിട്ടുള്ള ഒരു പണിയെടുക്കുന്ന സമയത്ത്, കാര്യമായിട്ടുള്ള ഒരു പണി ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് ബാപ്പാ അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ വലിയ ആളുകളാണ്, അതുകൊണ്ട് നമുക്ക് ആ ചോദ്യം വളരെ ചെറിയ ചോദ്യമായിട്ടാണ് തോന്നുക. പക്ഷേ ആ ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്കതൊരു വലിയ പ്രശ്നമാണ്. കാരണം അവരുടെ മനസ്സ് അത്രയേ ഉള്ളൂ, അവരുടെ ഹൃദയം അത്രയേ ഉള്ളൂ, അവരുടെ ശരീരം അത്രയേ വളർന്നിട്ടുള്ളൂ. അവരുടെ മനസ്സും ശരീരവുമൊക്കെ വളർന്നൊരു പ്രായത്തിന് ഉതകുന്ന രൂപത്തിലുള്ളൊരു സംശയം അവരെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോ നമുക്കതൊരു ചെറിയ വിഷയമായത് കണ്ടുകൊണ്ട് ആ കുട്ടിയെ അടിച്ചാക്ഷേപിക്കും.
നീ ഇവിടെ നിന്ന്, നീ അങ്ങോട്ട് മാറിപ്പോ, ഞാൻ ഒരു പണി ചെയ്യുന്നത് കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിൽ വന്നാണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ ആട്ടിവിടുന്ന ഒരു പ്രകൃതം നമുക്ക് കാണാൻ സാധിക്കും. ആ കുട്ടിയുടെ മനസ്സ് നൊന്ത് അവൻ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. ഇതൊരു നിലക്കും തന്നെ മാതാപിതാക്കൾ കുട്ടികളോട് പ്രകടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പ്രകടിപ്പിച്ചാൽ വലുതായി കഴിഞ്ഞാൽ ഇതേ രൂപത്തിൽ കുട്ടികളുടെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുമ്പ് പണ്ടെങ്ങോ വാട്സാപ്പിൽ വന്ന ഒരു കഥ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതായത് ഒരു ചെറിയ കുട്ടി, ഒരു കുട്ടിയുള്ള ചെറിയ കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ ഒരു പിതാവ് അവരെ സ്നേഹിക്കുന്ന, പിതാവ് നൽകുന്ന വാത്സല്യം ഇതെല്ലാം ഓർത്തെടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കഥയാണ് ഇവിടെയുള്ളത്. അതായത് മകൻ വളർന്നു വലുതായി, അച്ഛൻ ഈ കുട്ടിയെ, അതായത് അയാളുടെ മകനെ വിളിക്കുകയാണ്. മുതിർന്ന ഒരു മകനാണ്. എന്നിട്ട് അവർ വീടിൻ്റെ മുമ്പാരത്ത് പോയിരുന്ന് ഒരു വൃക്ഷത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു കാക്കയുണ്ട്. ആ കാക്കയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ മകൻ പറഞ്ഞു അത് കാക്കയാണ് എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പിതാവ് മകനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു അതെന്താണ് എന്ന്. അപ്പോൾ കുറച്ച് ഗൗരവത്തിൽ അത് കാക്കയാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. വീണ്ടും മൂന്നാമത്തെ തവണ വീണ്ടും പിതാവ് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് അതെന്താണ് എന്ന് ചോദിച്ചു. ആ ചെറുപ്പക്കാരൻ സ്വല്പം ഗൗരവത്തോടുകൂടി അമർഷത്തോടുകൂടി പറഞ്ഞു അത് ഒരു കാക്കയാണ് എന്ന്. വീണ്ടും നാലാമത്തെ ചോദ്യം ചോദിക്കുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ്റെ മനോനില തെറ്റിയിട്ടുണ്ടായിരുന്നു. വളരെ ക്ഷുഭിതനായിക്കൊണ്ട് കർക്കശത്തോടുകൂടി പിതാവിനോട് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു അതൊരു കാക്കയാണ്, എത്ര തവണ ഞാൻ പറഞ്ഞു എന്ന രൂപത്തിൽ അവിടെ മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ പിതാവ് പറഞ്ഞു എൻ്റെ റൂമിൽ അൽമാരയുടെ ഉള്ളിൽ ഒരു ഡയറി ഉണ്ട്, അതൊന്ന് എടുത്തു വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് എടുത്തു വന്നു. അതിങ്ങനെ മറച്ചിട്ട് കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം ആ ചെറുപ്പക്കാരനെ കൊണ്ട് വായിപ്പിക്കുകയാണ്. അതായത് ഈ ചെറുപ്പക്കാരൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അതേ സ്ഥലത്തിരുന്നു കൊണ്ട് ആ വൃക്ഷത്തിൻ്റെ മുകളിലുള്ള ആ കാക്കയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ചെറിയ കുട്ടിയായിട്ടുള്ള ഈ മനുഷ്യൻ അന്ന് ചോദിക്കുകയാണ് ഈ ബാപ്പയോട് അല്ലെങ്കിൽ ഈ അച്ഛനോട് അതെന്താണ്. അപ്പോൾ പിതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതൊരു കാക്കയാണ്. അപ്പോൾ കുട്ടി ചിരിച്ചു. രണ്ടാമതും ചോദിച്ചു അതെന്താണ്. അപ്പോൾ കൂടുതൽ സ്നേഹത്തോടു കൂടിയിട്ട് അവിടെ ആ കുട്ടിയെ വാരിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു അത് മോനെ ഒരു കാക്കയാണ്. പിന്നെ കുട്ടി വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് അതെന്താണ് അച്ഛാ എന്ന് ചോദിച്ചു. വീണ്ടും സ്നേഹം കൂടി ആ കുട്ടിയോട് സ്നേഹം കൂടുതൽ പ്രകടിപ്പിച്ചുകൊണ്ട് വാരിപ്പുളർന്നുകൊണ്ട് ഒരു ചുംബനം നൽകിക്കൊണ്ട് അതൊരു കാക്കയാണ് എന്ന് പറഞ്ഞു. നാലാമത്തെ ചോദ്യം വരുമ്പോൾ വീണ്ടും കാക്കയാണ് എന്ന്. അതായത് ഓരോ ചോദ്യത്തിനും സ്നേഹത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി വാത്സല്യത്തോടുകൂടി അമിതമായി തന്നെ ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അതിന് ഉത്തരം നൽകാൻ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിഷമവും കാണിക്കാത്ത രൂപത്തിലാണ് അവിടെ ബാപ്പ പ്രതികരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മകൻ വളർന്നു. ഇതേ ചോദ്യം മകനോട് ചോദിച്ചപ്പോൾ അട്ടഹസിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് പിതാവിന് നേരെ തിരിയുന്ന അതേ മകനെ നമ്മൾ കാണുന്നു. എവിടെയാണ് മാറ്റം സംഭവിച്ചത്? ആ മാറ്റം സംഭവിച്ചത് സ്വയം പര്യാപ്തത നേടുമ്പോൾ ആ സ്നേഹത്തിലൊക്കെ വിള്ളലുകൾ സംഭവിക്കുകയാണ്. ആ വിള്ളലുകൾ സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ പരിപാലനം നടത്തേണ്ട രൂപത്തിൽ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട അറിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ എവിടെയൊക്കെയോ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്നെങ്കിൽ ആ കുട്ടിയെ വളർത്തി കൊണ്ടുവരുന്ന വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള പരിപാലനത്തിൻ്റേതായിട്ടുള്ള തകരാറ്, അതല്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളോട് പെരുമാറേണ്ട അവിടെ നമ്മൾ കാണിക്കേണ്ട ഒരു സ്വഭാവ മര്യാദ, ഇവിടെയൊക്കെ പാകപ്പിഴവുകൾ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ വന്നുപോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പരിഹരിക്കുന്ന, ഇതിനൊക്കെ പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് സഹോദരങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറാനുള്ള ഒരു അവസ്ഥ ഒരു വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ഭാര്യ തയ്യാറാകണം, ഒരു ഭർത്താവ് തയ്യാറാകണം, ആ വീട്ടിലുള്ള ഓരോ അംഗങ്ങളും തയ്യാറാകണം. അതിനു വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള സംസാരങ്ങളിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ഒരാളെയല്ല, അത് ബാധിക്കുന്നത് ആ കുടുംബത്തിൻ്റെ അകത്തുള്ള ഒന്നടങ്കം അംഗങ്ങളെയാണ് അത് ബാധിക്കുന്നത്. ഇത് കുടുംബത്തെ ശിഥിലമാക്കി കളയുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള ട്രാൻസ്പാരൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതൊക്കെ ഏറ്റവും മികച്ച രൂപത്തിൽ ആക്കാനുള്ള
ഒരു മാർഗരേഖ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റമദാൻ മാസത്തിൽ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. ഒരു ബാപ്പ എങ്ങനെ മക്കളുമായിട്ട് പെരുമാറണം, ഒരു ബാപ്പ എങ്ങനെ ഭാര്യമാരായിട്ട് പെരുമാറണം, ഒരു ബാപ്പ എങ്ങനെ മാതാപിതാക്കളുമായിട്ട് പെരുമാറുന്നത് മക്കൾ കണ്ടുപഠിക്കണം. ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഉത്ബോധനം പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ തിരിച്ച് ഒരു മക്കളെ സംബന്ധിച്ച് അവരെങ്ങനെയാണ് ഒരു വീട്ടിൽ വളർന്നു വലുതാകേണ്ടത്, അവർക്ക് നൽകേണ്ട തർബിയത്തിൻ്റെ രൂപം എന്താണ്, അതിൻ്റെ രീതിശാസ്ത്രമൊക്കെ കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ ഹദീസുകൾ ഇതെല്ലാം വിശദീകരിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം വാരിപ്പുളരുന്ന ഒരു കുടുംബം നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. എന്തുമാത്രം ആനന്ദകരമായിരിക്കും, എന്തുമാത്രം സ്നേഹവാത്സല്യത്തോടു കൂടിയിട്ടായിരിക്കും ഒരു കുടുംബം മുമ്പോട്ട് പോകുന്നുണ്ടാകുക. അങ്ങനെയുള്ള ഒരു കുടുംബത്തെ ഭദ്രതയോടുകൂടി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. അതിന് എല്ലാ നിലക്കും നമ്മൾ ചിന്ത ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സമർപ്പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഇതൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് വരണം. ഈ റമദാൻ മാസത്തിലെ ഒരു സന്ദേശമാകട്ടെ അത്. റമദാൻ മാസത്തിൽ നമ്മുടെ കുടുംബത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഒരു മികച്ച മാതൃകാപരമായിട്ടുള്ള ഒരു കുടുംബമായിട്ട് വളർത്താൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ മുമ്പോട്ട് വരണം. അതിന് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കതിനെല്ലാ നിലക്കുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.